ഒരുപക്ഷെ ഗ്രീൻ ഹൗസ് രോഗത്തെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ, പച്ച വീട്ടിൽ പ്രശ്നേഷ്, പുള്ളി ഈ ലോകത്ത് കാണുന്ന മൊത്തം പ്രശ്നമാണ്. ഒന്നും പോസിറ്റീവായിട്ടുള്ള കാര്യം, എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കും. എല്ലായിടത്തും കുഴപ്പമാണ് പുള്ളിയുടെ കണ്ണിൽ. അപ്പം ഈ ഇൻ്റർവ്യൂവിനൊക്കെ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സോപ്പിട്ട് അതിനെ തേച്ച് കുളിപ്പിച്ചതിന് ശേഷമേ പഴം കഴിക്കൂ. ഇൻ്റർവ്യൂവിന് പോയാൽ ഈ വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാനിറ്റൈസറൊക്കെ ചെയ്തിട്ട് ആങ്കറുടെ കയ്യിൽ നിന്ന് വിസിലൊക്കെ വാങ്ങിച്ചിട്ട് സാനിറ്റൈസർ ചെയ്യുക. മൊത്തം സാനിറ്റൈസർ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുക, ലോകം മൊത്തം കുഴപ്പമാണെന്ന് വിചാരിക്കുക. അങ്ങനെ കാശുണ്ടാക്കിയ ഒരു വ്ളോഗറാണ്, ബുദ്ധിമാനായ വ്ളോഗറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഇയാൾക്ക് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. എന്തായാലും ഇപ്പോൾ ഇയാൾ ഈ എല്ലാത്തിലും നെഗറ്റീവൊക്കെ കണ്ടുപിടിക്കുന്ന ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ, ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിന് സഹോദരിയെ മർദ്ദിച്ചു എന്ന് ഒരു കേസ് വന്നിട്ടുണ്ട്. സഹോദരി ഇയാൾക്കെതിരെ പറയുന്നു. ഇയാൾ സഹോദരിക്കെതിരെ കടുത്ത ആക്ഷേപമാണ് ഇയാളും ഭാര്യയും അയാളുടെ ചാനലിൽ കൂടെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് സഹോദരി സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തായാലും പ്രശ്നേഷ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലായി.